വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മളിന്ന് സൊല്യൂഷൻ, കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കോൺസെൻട്രേഷൻ എന്താണ്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്താണ്, ഡയലൂട്ട് സൊല്യൂഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചില്ല എല്ലാവരും അല്ലേ? പിന്നെ നമ്മൾ അടുത്ത ടൈപ്പ് പഠിക്കാൻ പോകുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ് പഠിക്കുന്നത്. സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ഇതെന്താണെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ പഠിക്കാം. അല്ല, അടുത്ത ക്ലാസ്സിലല്ല, ഇതിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡു ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഡിസോൾവ് ടു ദ സെയിം എക്സ്റ്റെൻറ്റ് ഇൻ എ ഗിവൺ സോൾവെൻറ്റ്. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ഉപ്പിൻ്റെ അളവും പഞ്ചസാരയുടെ അളവും ഈക്വൽ ആവുമോ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് ആദ്യം ഒരു സ്പൂൺ പഞ്ചസാര ഇടുക, ഡിസോൾവ് ചെയ്യിക്കുക, വീണ്ടും ഒന്നിടുക, ഡിസോൾവ് ചെയ്യിക്കുക, കുറേ എത്രത്തോളം ഡിസോൾവ് ആവും നോക്കുക. എന്നിട്ട് മറ്റൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ സോൾട്ട് പൗഡർ ഇടുക, ഉപ്പിൻ്റെ പൊടി, ഇതുപോലെ ഡിസോൾവ് ചെയ്യിച്ചു നോക്കുക. രണ്ടും ഒരേപോലെ ആയിരിക്കില്ല, മനസ്സിലായോ? രണ്ട് സാധനങ്ങളല്ലേ, രണ്ട് സബ്സ്റ്റൻസ് അല്ലേ. അപ്പോൾ സബ്സ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഡിസൊല്യൂഷൻ മാറും. ഓക്കെ, take 50 ml each of water in 2 beakers. 2 ബീക്കർ, ഗ്ലാസ് അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ 2 ബീക്കറാണ്. അതിൽ എന്താ നമ്മൾ എടുത്തത്? 50 ml വാട്ടർ, 50 ml വാട്ടർ. Take 100 gram of common salt and ammonium chloride. അമോണിയം ക്ലോറൈഡ് പെട്ടെന്ന് ഡിസോൾവ് ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്താ എടുക്കുന്നത്? 100 ഗ്രാം. എന്തൊക്കെയാണ് 100 ഗ്രാം എടുക്കുന്നത്? സോൾട്ട് എടുക്കുന്നുണ്ട്, അമോണിയം ക്ലോറൈഡ്, ഉപ്പ് പോലെ തന്നെ ഉള്ളൊരു സാധനമാണ് അമോണിയം ക്ലോറൈഡ്, പെട്ടെന്ന് ഡിസോൾവ് ആവും. എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റിർ ആൻഡ് ഡിസോൾവ് കോമൺ സോൾട്ട് ഗ്രാജുവലി ഇൻ വാട്ടർ ഇൻ വൺ ഓഫ് ദ ബീക്കേഴ്സ്. ആദ്യത്തെ ബീക്കർ, ഇത് ബീക്കർ 1 ആണ്. ഈ ഫസ്റ്റ് ബീക്കറും സെക്കൻഡ് ബീക്കറും. ആദ്യത്തെ ബീക്കറിൽ എന്തിടാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സോൾട്ട്. കുറച്ച് സോൾട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഡിസോൾവ് ചെയ്യിക്കും. കണ്ടിന്യൂ ഡൂയിങ് ദിസ് ടിൽ നോ മോർ സോൾട്ട് ഡിസോൾവ്സ്. അതായത് കുറേ നിങ്ങളങ്ങ് വാരിയിട്ടാൽ ഡിസോൾവ് ആവില്ല. കുറച്ചിടുക, ഡിസോൾവ് ചെയ്യിക്കുക, കുറച്ചിടുക, അങ്ങനെ ഡിസോൾവ് ചെയ്യിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ സോൾട്ട് ഇട്ടാൽ ഡിസോൾവ് ആവാത്തൊരു സ്റ്റേറ്റിലേക്ക് വരും. അതുവരെ നമ്മൾ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? Such a solution in which maximum amount of solute has been dissolved is known as saturated solution. ഞാൻ പറയാം. അതായത് നിങ്ങൾ ഇപ്പം എന്താ ചെയ്തത്? ഇവിടെ സോൾട്ട് ഇട്ടു, വീണ്ടും ഇട്ടു, ഡിസോൾവ് ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 100 ഗ്രാം ഒന്നും ഇതിലിടാൻ പറ്റില്ല. എത്ര വെള്ളമുണ്ട്? 50 ml വാട്ടർ അല്ലേ ഉള്ളൂ. 100 ഗ്രാം സോൾട്ട് ഒന്നും ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റില്ല, മനസ്സിലായോ? കുറച്ച് മാത്രമേ ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. മാക്സിമം എമൗണ്ട് സോൾട്ട് ഇതിൽ ഡിസോൾവ് ആയി എന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ ഇടുമ്പോൾ ഡിസോൾവ് ആവുന്നില്ല. അതായത് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ആഡഡ്, മനസ്സിലായോ? ഈ സൊല്യൂഷൻ ഇതിൽ വാട്ടർ മോളിക്യൂൾസ് അല്ലേ, വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇടയിലൊക്കെ ആര് വന്ന് നിറഞ്ഞു? നമ്മുടെ സോൾട്ട് വന്ന് നിറഞ്ഞു, ഫുള്ളായി. അത്തരം സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയാമോ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയുക. അതായത് നോ മോർ സോൾട്ട് ഈസ് ടു ബി ആഡഡ്. ഇതിലേക്ക് ഇനി വീണ്ടും സോൾട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അത്തരം സൊല്യൂഷന് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. The solution before reaching saturation is known as unsaturated. ഇതിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നുമില്ല. സാച്ചുറേറ്റഡ് ആവുന്നതിന് മുൻപ് സൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് വീണ്ടും സോൾട്ട് ഇട്ടുകൊണ്ടേ ഇരുന്നില്ല നമ്മൾ. ആ സമയത്ത്, അതായത് സാച്ചുറേറ്റഡ് ആവുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ആ സൊല്യൂഷൻ നമ്മൾ എന്താ പറയാ? അൺസാച്ചുറേറ്റഡ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ വീണ്ടും സോൾട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അതെന്തായി മാറും? സാച്ചുറേറ്റഡ് ആയി മാറും, മനസ്സിലായി? അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ദ സൊല്യൂഷൻ അല്ലെങ്കിൽ ദ സോൾവെന്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് സൊല്യൂട്ട്.
ഫുള്ളായിട്ട് ഫില്ലായിട്ടില്ല സൊല്യൂട്ട് കൊണ്ട്. വീണ്ടും വി ക്യാൻ ആഡ് മോർ സൊല്യൂട്ട് ടു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. But in the case of a saturated solution, we cannot add solute. The solvent is completely filled with solute. The solution before reaching saturation is known as unsaturated solution. Unsaturated solution can dissolve more amount of solute. വീണ്ടും നമുക്ക് solute add ചെയ്യാൻ പറ്റും. The amount of salt that is used to prepare saturated solution can be found out from the amount of salt left behind. ഇപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുൾ നമ്മൾ കുറച്ചിട്ടു, ഒരു സ്പൂൺ ഇട്ടു, ഡിസോൾവ് ചെയ്തു, പിന്നെ ഒരു സ്പൂൺ ഇട്ടു, ഡിസോൾവ് ചെയ്തു, ഇങ്ങനെ നമ്മൾ ഡിസോൾവ് ചെയ്യിച്ചു കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ ഡിസോൾവ് ചെയ്യുന്നില്ല. മാക്സിമമായി ഡിസോൾവ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നു ആദ്യം, പിന്നെ ഡിസോൾവ് ചെയ്യാണ്ട് വരും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ മാക്സിമം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഡിസോൾവ് ചെയ്യുന്നില്ല എന്ന സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, സാച്ചുറേറ്റഡ്. അതുവരെ നമ്മൾ എന്തേ പറയുള്ളൂ, അൺസാച്ചുറേറ്റഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി. നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പോൾ സോൾട്ട് കുറച്ച് കഴിഞ്ഞോ നിങ്ങൾ ബാക്കിയുള്ള സോൾട്ട് മെഷർ ചെയ്തു. ബാക്കിയുള്ള സോൾട്ട് മെഷർ ചെയ്തപ്പോൾ അതൊരു 70 ഗ്രാം ഉണ്ട് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ എത്ര ഗ്രാം ഇട്ടിട്ടുണ്ടാവും? 100 ഗ്രാം ഉണ്ടായിരുന്നു. ബാക്കി അപ്പോൾ എത്ര ഗ്രാം ഇട്ടിട്ടുണ്ടായിരിക്കും? 30 ഗ്രാം നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടാവും അല്ലേ? The amount of salt that is used to prepare saturated solution can be found out from the amount of salt that is left behind. ബാക്കിയുള്ള സോൾട്ടിൽ നിന്നും നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എത്ര സോൾട്ട് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇതേ ആക്ടിവിറ്റി തന്നെ അമോണിയം ക്ലോറൈഡ് വെച്ചിട്ടും ചെയ്യണം. Repeat the above activity by adding ammonium chloride gradually to second week. Is it possible to prepare the saturated solution of ammonium chloride this way? Possible ആണോ പ്രിപ്പയർ ചെയ്യാൻ? യെസ്. പക്ഷെ രണ്ടിൻ്റെയും എമൗണ്ട് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കില്ല. ഇതിൽ നിങ്ങൾ 70 ഗ്രാം ബാക്കിയുള്ളത് മെഷർ ചെയ്താൽ അമോണിയം ക്ലോറൈഡിൻ്റെ കേസിൽ ചിലപ്പോൾ 70 ഗ്രാം ആയിരിക്കില്ല, അതിപ്പോൾ 60 ഗ്രാമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? വ്യത്യാസങ്ങളുണ്ടാവും. Which is greater? Find out. It is now clear that the amount of common salt and ammonium chloride required to make a saturated solution using same amount of solvent. Same amount, രണ്ടിൽ 50 മില്ലിയാണ് വെള്ളം അല്ലേ? Solvent is same. Under the same condition. ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത്, ചൂടിനോ തണുപ്പിനോ ഒന്നും ഒരു വ്യത്യാസമില്ല. 2 ബീക്കർ അടുത്തടുത്താണ് ഇരിക്കുന്നത്, ഒരു മാറ്റമില്ല. എന്നിട്ടും സൊല്യൂട്ടിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. സോൾട്ടിൻ്റെ അളവല്ല നമ്മളിട്ട അമോണിയം ക്ലോറൈഡിൻ്റെ അളവ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സൊല്യൂട്ട് മാറുന്നതിനനുസരിച്ച് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ട എമൗണ്ട് വ്യത്യാസപ്പെടും. മനസ്സിലായോ? അതാണ് പറയുന്നത്. The amount of solute in grams required to convert 100 gram of a solvent. ഇവിടെ നമ്മൾ 50 milliliter ആണ് എടുത്തത്, പക്ഷെ സോൾവെന്റ് എത്ര ആയിരിക്കും എന്നാ പറയുന്നത്? 100 gram of a solvent into saturated. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? The amount of a solute in grams. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് 30 ഗ്രാം ആണ് സോഡിയം ക്ലോറൈഡ്. ഇപ്പോൾ ഒരു അമോണിയം ക്ലോറൈഡ് 40 ഗ്രാം നിങ്ങൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. കാരണം ബാക്കി നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഒരു 60 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ 100 ml എത്ര സോൾട്ട് ഉണ്ട്? 100 ml സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമ്മൾ എത്ര ഗ്രാം സോൾട്ട് യൂസ് ചെയ്തു? 30 ഗ്രാം. 100 ml സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ 100 ml 50 ml ആണ് കേട്ടോ. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 50 ml ആണ് അല്ലേ? 100 ml അല്ല, 50 ml ആണ്. ഇത് 50 ml ആണ്. അപ്പോൾ നമ്മൾ 100 ml വേണം കണക്കാക്കാനായിട്ട് എപ്പോഴും കേട്ടോ. അപ്പോൾ നോക്കൂ, ഇപ്പൊ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല, 30 ഗ്രാം ഇത് 40 ഗ്രാം നമ്മൾ എടുത്തത് കേട്ടോ. Take the amount of solute in grams required to convert
100 gram of a solvent into a saturated solution. നിങ്ങളുടെ കയ്യിൽ 100 gram വെള്ളമുണ്ടെന്ന് വിചാരിക്കുക. 100 gram water or anything, any solvent. സോൾവെന്റ് എപ്പോഴും വെള്ളമാണ് നിർബന്ധമില്ലല്ലോ, എന്തായാലും കുഴപ്പമില്ല. ഇതിനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കണം. അതിനു വേണ്ടി എത്ര ഗ്രാം സൊല്യൂട്ട് വേണം? ആ സൊല്യൂട്ടിന്റെ എമൗണ്ടിന് പറയുന്ന പേരാണെന്ത്? സോല്യൂബിലിറ്റി. എന്താ പറയാ? സോല്യൂബിലിറ്റി. എന്താണ് സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ നോക്കൂ, ദി എമൗണ്ട് ഓഫ് എ സൊല്യൂട്ട് ഇൻ ഗ്രാംസ്. സൊല്യൂട്ടിൻ്റെത് സോൾവെന്റിന്റെ ഒക്കെ ഇതിൽ ഗ്രാം ആണ് പറയുന്നത്. ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് റിക്വയർഡ് ടു മേക്ക് അല്ലെങ്കിൽ റിക്വയർഡ് ടു കൺവേർട്ട് 100 gram ഓഫ് എ സോൾവെന്റ്. സോൾവെന്റ് 100 gram ആണ്. എന്താ കൺവേർട്ട്, എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം? ഇൻടു എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ എന്നൂടെ പറയുന്നുണ്ട്. കാരണം ടെമ്പറേച്ചർ മാറുമ്പോൾ ഇത് മാറ്റം വരും കേട്ടോ, സൊല്യൂബിലിറ്റിക്ക് മാറ്റം വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ് ഗിവൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. At a given temperature, the amount of solute used അല്ലെങ്കിൽ needed to convert 100 gram of a solvent into a saturated solution is called as solubility. 100 gram solvent നമ്മുടെ കയ്യിലുണ്ട്. ഈ 100 gram solventനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റണം. അതായത് നിറയ്ക്കണം, അതിൻ്റെ ഉള്ളിൽ സൊല്യൂട്ട് കൊണ്ട് നിറയ്ക്കണം. അതിനു വേണ്ടി നമ്മൾ എത്ര ഗ്രാം സോൾട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ എത്ര ഗ്രാം ഷുഗർ ഉപയോഗിക്കും, അല്ലെങ്കിൽ എത്ര ഗ്രാം അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കും, എത്ര ഗ്രാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കും, ഇതെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണെന്ത്? സൊല്യൂബിലിറ്റി. ഓക്കെ, അതാണ് സൊല്യൂബിലിറ്റി. അപ്പം എന്താണ് സാച്ചുറേറ്റഡ്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ the solution is completely filled with solute. നോ മോർ സൊല്യൂട്ട് ഈസ് ടു ബി ആഡഡ്. വീണ്ടും നിങ്ങൾക്ക് അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. പഞ്ചസാര വെള്ളത്തിന്റെ സാച്ചുറേറ്റഡ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? വീണ്ടും നിങ്ങൾ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്താൽ ഡിസോൾവ് ആവില്ല, അത് മാക്സിമം ഡിസോൾവ് ആയി. അതിനാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയാം. അതിന്റെ തൊട്ട് മുമ്പ് വരെ വീണ്ടും വീണ്ടും ആഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ എന്താ പറയാ? അൺസാച്ചുറേറ്റഡ്. ഇത് നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് ഉണ്ട്. എന്താ സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തു, ഡിസോൾവ് ചെയ്യിച്ചു, വീണ്ടും ആഡ് ചെയ്തു, ഡിസോൾവ് ചെയ്തു, പിന്നെ ആഡ് ചെയ്തു, പിന്നെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഡിസോൾവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് എന്താണ്? അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി, ഫുള്ളായി. വീണ്ടും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഡിസോൾവ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ചൂടാക്കിയാൽ നമ്മൾ പഠിച്ചില്ല, മോളിക്യൂൾസ് ഗെറ്റ് എനർജി. അതൊരു ഒന്നുകൂടെ ഉഷാറാവും. ഒരു ചെറിയ ഗ്യാപ്പും കൂടെ ഒരിടയ്ക്ക് വരും, മനസ്സിലായോ? അപ്പോൾ അവിടേക്കും കൂടെ കുറച്ചും കൂടെ സോൾവെന്റ് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഷുഗറിനെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. പക്ഷേ ഈ സൊല്യൂഷൻ തണുത്താൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത സൊല്യൂട്ടില്ലേ, വീണ്ടും നിങ്ങൾ ആഡ് ചെയ്തില്ലേ കുറച്ചും കൂടി ലാസ്റ്റിൽ, അത് ക്രിസ്റ്റലൈസ് ചെയ്യും. അവർക്ക് പിന്നെ നിൽക്കാൻ സ്ഥലമില്ല അവിടെ, മനസ്സിലായോ? അപ്പോൾ അത് ക്രിസ്റ്റലൈസ് ചെയ്യും, സ്ഥലം പോയില്ലേ, തണുത്തു പോയി, മനസ്സിലായോ? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ ഒരല്പം കൂടി സൊല്യൂട്ടിനെ നമ്മൾക്ക് അതിലേക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കും. അത്തരം സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നല്ല, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, സൂപ്പർ സാച്ചുറേറ്റഡ് എന്നാ പറയാം. പക്ഷെ അതിന് പ്രശ്നമുണ്ട്, തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ആൾക്കാരൊക്കെ പുറത്താക്കല, ചവിട്ടി കൊണ്ട് പുറത്താക്കും, ക്രിസ്റ്റലൈസ് ചെയ്യും, മനസ്സിലായോ? നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത സോൾട്ട് ക്രിസ്റ്റലൈസ് ചെയ്യും. അവിടെ ഇരിക്കാൻ അവർക്ക് സ്ഥലമില്ല പറഞ്ഞാൽ എല്ലാത്തിനും പറഞ്ഞോളൂ. അപ്പോൾ അവരിങ്ങനെ സൈഡിൽ പാവം ക്രിസ്റ്റലൈസ് ചെയ്ത് നിൽക്കും. ഓക്കെ, it is called a super saturated solution. നോക്കൂ, is it possible to dissolve more amount of solute in saturated solution prepared before? നമ്മൾ നേരത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയില്ലേ, സോൾട്ടും അമോണിയം ക്ലോറൈഡും ഒക്കെ സാച്ചുറേറ്റഡ് ഉണ്ടാക്കിയില്ലേ, അതിനെ നിങ്ങൾക്ക് വീണ്ടും സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പറ്റും. എങ്ങനെ? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ മതി. ആഡ് എ ലിറ്റിൽ മോർ കോമൺ സോൾട്ട് ടു സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഹീറ്റ് ഇറ്റ്. കുറച്ചുകൂടെ സോൾട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. വാട്ട് ഹാപ്പൻസ്? നമ്മൾ ഇട്ടത് അതിൽ ഡിസോൾവ് ചെയ്യും.
Does it get dissolved? Yes. Repeat the experiment with saturated solution of ammonium chloride. അമോണിയം ക്ലോറൈഡ് വെച്ചിട്ട് നിങ്ങളത് ചെയ്യുക. രണ്ടിലും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിസോൾവ് ആവും. ലീവ് ദ സൊല്യൂഷൻ അൺഡിസ്റ്റർബ്ഡ് ആൻഡ് അലൗ ദം ടു കൂൾ. ഇളക്കാതെ കൂൾ ചെയ്യാൻ വേണ്ടി വെക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? ഒബ്സർവ് ടു സൊല്യൂഷൻസ്. ഡസ് ക്രിസ്റ്റലൈസേഷൻ ഒക്കർ. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത് മൊത്തം അവിടെ ക്രിസ്റ്റലൈസ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടോ? ക്രിസ്റ്റലൈസ് ചെയ്യും. Such solutions which contain more amount of solute than required to saturate it. സാച്ചുറേറ്റ് ചെയ്യാൻ വേണ്ട സൊല്യൂട്ടിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് നിങ്ങൾ ആഡ് ചെയ്യാണ്, ഹീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാണ്. അത്തരം സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. While preparing saturated solutions of various solutes in a definite amount of a given solvent under the same conditions, will the amount of solute getting dissolved the same? നമുക്ക് അപ്പുറത്തൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ നമുക്ക് ഒരു കോളത്തിൽ കൊടുത്തത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് ടെമ്പറേച്ചർ ആർ ടു ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി എന്താ നമ്മൾ പറഞ്ഞു അല്ലേ? മുമ്പിൽ നമ്മൾ സൊല്യൂബിലിറ്റി എന്താന്ന് പറഞ്ഞു? 100 gram സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സൊല്യൂട്ടിന്റെ എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയാ? സൊല്യൂബിലിറ്റി. 100 gram എന്ത് സൊല്യൂഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിനാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറയാം. ഈ സൊല്യൂബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. ഒന്ന് എന്താണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി മാറും. ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നേച്ചർ ഓഫ് സോൾവെന്റ്. ഇപ്പോൾ 30 gram സോൾട്ട് വേണ്ടി വന്നു, പക്ഷെ സോൾട്ടേ ഡിസോൾവ് ചെയ്തുള്ളൂ. പക്ഷെ അമോണിയം ക്ലോറൈഡ് ഇപ്പോൾ എത്ര ഗ്രാം ഡിസോൾവ് ചെയ്തു? 40 gram ഡിസോൾവ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്കത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യം എന്താണ്? ഒന്ന് സൊല്യൂബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് നേച്ചർ ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ നേച്ചർ. രണ്ടാമത് എന്താണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുമ്പോൾ സൊല്യൂബിലിറ്റി മാറും. ഇപ്പം നമുക്ക് ഈ ടേബിൾ ഉണ്ട്, അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ശരി.